ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഗംഗാധരനും രാജീവിനൊക്കെ കൂടിയിട്ട് തീരുമാനങ്ങളൊക്കെ മാറ്റിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമലയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കമലയാണെന്നുണ്ടെങ്കിൽ ശിവൻ്റെ നേരെ ദേഷ്യപ്പെടുകയാണ്. ശിവൻ പറയുന്നുണ്ട്, സാറില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയില്ലേ, അലീനനെ നീ നമുക്ക് വേണമെങ്കിൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം, അപ്പോൾ പിന്നെ അവിടെ നിന്ന് അവൾ മാറി താമസിക്കുമല്ലോ എന്ന് പറയുകയാണേ. ഓഹോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ മോനുണ്ടല്ലോ മനു, അവനെ കൊണ്ട് തന്നെ കെട്ടിക്കിന്ന് പറയുമ്പോൾ ശിവൻ പറഞ്ഞാണ്, എനിക്ക് സമ്മതം കുറവൊന്നുമില്ല, എനിക്ക് സമ്മതമാണ്, പൂർണ്ണ സമ്മതമാണ്. പക്ഷെ ബാലേന്ദ്രൻ അലീനെ സമ്മതിക്കുമെന്നാണ് എനിക്ക് സംശയം എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ കമലയ്ക്ക് അങ്ങോട്ട് ദേഷ്യം കയറുകയാണ് കേട്ടോ. ആഹാ, ഇങ്ങനെയൊക്കെയാണ് പറയണല്ലേ, എന്ത് ചെയ്യാനാണ്, ആണുങ്ങളില്ലാത്ത വീട്ടിലേക്ക് വന്ന് കയറിപ്പോയില്ലേ, നിങ്ങളൊക്കെ ആണുങ്ങളാണോ, നട്ടലില്ലാത്തവർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമല അങ്ങോട്ട് ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ ശിവന് ദേഷ്യം വന്നിട്ട് ശിവൻ അടിക്കാനായിട്ട് കയ്യോങ്ങ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കമലയ്ക്കാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇവരെല്ലാവരും മാറിയപ്പോൾ അതിൻ്റെ കാരണം അറിയാത്തത് കൊണ്ടുള്ള ദേഷ്യവും എപ്രാളം. അങ്ങനെയാണെന്നുണ്ടെന്ന് വെച്ചാൽ ശിവനാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ മാറി, മനുവിനെ കൊണ്ടാണെന്നുണ്ടെങ്കിലും അലീനെ കല്യാണം കഴിപ്പിക്കും എന്നുള്ളൊരു തീരുമാനമൊക്കെ പറഞ്ഞോട് കൂടിയിട്ട് മൊത്തത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആവുകയാണ്. ഹരിയാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് രാജീവിനോടൊക്കെ. പിന്നെ കാണിക്കുന്നത് ഗംഗാധര മേനോൻ ചെന്നിട്ട് അമ്മനോട് കാര്യങ്ങളൊക്കെ പറയാണ്. 3 കുഞ്ഞുങ്ങളില്ലേ അവൾക്ക്, അപ്പോൾ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചോളൂ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിക്കുകയാണ്. അപ്പോൾ 3 കുഞ്ഞുങ്ങളല്ല അമ്മേ, 4 കുഞ്ഞുങ്ങൾ അവൾക്ക് ഉണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി എന്താ നീ ഇങ്ങനെ പറയാൻ ചോദിക്കുമ്പോൾ മുത്തശ്ശിനോട് പറയുന്നുണ്ട്, അമ്മേ അവൾ അന്ന് പ്രസവിച്ച കുഞ്ഞ് മരിച്ചിട്ടില്ല, ആ കുഞ്ഞ് അലീനയാണെന്ന് പറയാനായിട്ടോ. അത് കേട്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് മുത്തശ്ശി. ഇത്രയാണ് പ്രമുഖ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.